ഹായ്, എല്ലാവർക്കും ഗുഡ്വിൽ പാചകത്തിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ അടിപൊളി ഒരു വെറൈറ്റി ഡിഷുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ നാടൻ രീതി ചിക്കനും, അതായത് നമ്മുടെ കാന്താരിയും പച്ചമുളകും കറിവേപ്പിലയും ഒക്കെ വെച്ച് പെരട്ടിയിട്ട് അടിപൊളി ഒരു ചിക്കൻ പെരട്ടാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്ക് എളുപ്പത്തിൽ ചുരുങ്ങിയ ചേരുവ വെച്ച് നമുക്ക് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ പെരട്ടിന് വേണ്ടിയിട്ട് നമ്മൾ 250 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. അത് ചെറിയ പീസായിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ മാരിനേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കാന്താരിയും പച്ച കുരുമുളകും അതുപോലെ കറിവേപ്പിലയും നമ്മുടെ ചുവന്നുള്ളിയും കൂടി അരച്ചെടുത്തതാണ്. അപ്പോൾ ഉണ്ടാക്കാനായിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 2.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായി പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ജൂലിയൻ ചെയ്ത ഇഞ്ചി ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ നമുക്ക് പൊരിയോളം വെളുത്തുള്ളി കട്ട് ചെയ്ത്, പിന്നെ നമ്മുടെ പെരട്ടിന് ആവശ്യമുള്ള തേങ്ങാക്കൊത്ത്, ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കണം. കൂടെ തന്നെ നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. നമുക്കിനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം സവോള സ്ലൈസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ അരച്ചതിൽ ചുവന്നുള്ളി കൂട്ടി അരച്ച കാരണം നമ്മൾ അധികം സവോള ചേർക്കുന്നില്ല. ചുവന്നുള്ളിയും അതുപോലെ തന്നെ കാന്താരിയും കുരുമുളകും കറിവേപ്പിലയും ചേർത്ത് നമ്മൾ അരച്ച് വെച്ചതാണ്. അതാണ് ഇനി ഇതിലേക്ക് നമ്മൾ ഇനി വാടിക്കഴിഞ്ഞ് ഒഴിക്കാൻ പോകുന്നത്. സവോള ചെറുതായി നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ചെറിയ തക്കാളി സ്ലൈസ് ചെയ്ത് ഇട്ട് കൊടുക്കാം. ലേശം ഉപ്പ് അതിലേക്ക് കൊടുക്കുക. ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നതാണ് നമ്മൾ 250 ഗ്രാം ചിക്കൻ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമുക്ക് ഇതിലേക്ക് ഇനി ബാക്കിയുള്ള ചേരുവകൾ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ എരിവിന് ആവശ്യമായിട്ട് നമ്മുടെ കുരുമുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, ആവശ്യത്തിന് ഗരം മസാല, ഒരു പിഞ്ച് ചില്ലി ഫ്ലെക്സ്. നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മളിതിലാണ് ചിക്കൻ മസാല യൂസ് ചെയ്യുന്നില്ല, കുറച്ച് മസാലകളാണ് ചേർത്തിട്ടുള്ളൂ. ഇനി നമുക്ക് നേരത്തെ അരച്ച് വെച്ച നമ്മുടെ അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. നമുക്കൊന്ന് അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് ഇതിനെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. നമ്മുടെ ചിക്കനിലേക്ക് സവോളയും
എല്ലാം മസാലയെല്ലാം നന്നായിട്ട് ചേർന്ന് നല്ല യോജിച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങാപ്പാൽ ആഡ് ചെയ്യാം. അരമുറി തേങ്ങയുടെ ഒറ്റപ്പാലാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്കത് മൂടി വെച്ച് ഒരു 5 മിനിറ്റ് കഴിയുന്നു. കുറച്ച് ഇതിലേക്ക് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മുടെ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ഒരു ബൗളിലേക്ക് മാറ്റാം. നമ്മുടെ നാടൻ രീതിയിലുള്ള പെരട്ട് റെഡിയായിരിക്കുകയാണ്. ഹായ്, ഞാനിന്നുണ്ടാക്കിയ നമ്മുടെ നാടൻ രീതിയിലുള്ള നമ്മുടെ പച്ചക്കുരുമുളകും പച്ചമുളകും ഇട്ട് അരച്ച അടിപൊളി കോഴിപ്പെരട്ട് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇത് ഉറപ്പായിട്ടും വീടുകളിൽ പോയി ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ചപ്പാത്തിക്കും പെറോട്ടയ്ക്കും നമ്മുടെ നാടൻ ചോറിനൊക്കെ ഉണ്ണാൻ പറ്റിയ അടിപൊളി ഒരു വിഭവമാണ്. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ പുതിയ വിഭവമായി വീണ്ടും കാണാം.